അങ്ങനെ അവർ അവസാനം ജോർദാൻ നദിയുടെ തീരത്തെത്തി. യൂഷാ നബി അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ അവർ നദി മുറിച്ചു കടന്ന് ജെറീക്കോ നഗരത്തിലെത്തി. ആ പട്ടണത്തിലെ ആളുകൾ വലിയവരും ശക്തരുമായിരുന്നു. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അവരുടെ നേതാക്കന്മാർ എല്ലാവരും വളരെ ദുഷ്ടന്മാരായിരുന്നു. അവർ മുതിർന്നവരെ ബഹുമാനിച്ചിരുന്നില്ല. അവർ ആളുകളെ ഉപദ്രവിക്കുകയും ചതിക്കുകയും ചെയ്തിരുന്നു. അവർ പരസ്പരം സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നു. അവരുടെ നേതാക്കന്മാരും മോശക്കാരല്ലായിരുന്നു. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ വളരെ നിസ്സഹായാവസ്ഥയിലായിരുന്നു നഗരത്തിൽ കഴിഞ്ഞിരുന്നത്. യൂഷാ നബി അലൈഹിസ്സലാമും സംഘവും നഗരത്തിന് പുറത്ത് തമ്പടിച്ചു. ആ നഗരത്തെ പിടിച്ചടക്കാനും നിയന്ത്രിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ തൻ്റെ ജനത്തിൽ നിന്ന് യുവാക്കളെ തിരഞ്ഞെടുത്ത് ജെറീക്കോ നഗരം ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അദ്ദേഹം തൻ്റെ ജനങ്ങളെ യുദ്ധത്തിനായി സജ്ജമാക്കി. അവർ നഗരത്തിലേക്ക് നീങ്ങി. തങ്ങളുടെ നേരെ വരുന്ന ആളുകളെ കണ്ട് ജെറീക്കോയിലെ നേതാക്കന്മാർ അവരുടെ സൈന്യത്തെയും സജ്ജമാക്കി. ഒരു വലിയ യുദ്ധം തുടങ്ങി. ജെറീക്കോയിലെ ജനങ്ങൾ എണ്ണത്തിൽ കൂടുതലും വളരെ ശക്തരുമായിരുന്നു. എന്നിട്ടും അവരുടെ പ്രവാചകനും സംഘവും ധൈര്യത്തോടെ പോരാടി. അവർ ഒട്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ആ വലിയ സൈന്യത്തോട് പോരാടിക്കൊണ്ടേയിരുന്നു. രാവിലെ തുടങ്ങിയ യുദ്ധം സൂര്യൻ അസ്തമിക്കാനായിട്ടും അവസാനിച്ചില്ല. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ പ്രവാചകന് ഉത്കണ്ഠയായി. കാരണം അടുത്ത ദിവസം ശനിയാഴ്ചയാണ്. അത് അവർക്ക് വിശുദ്ധ ദിനമായിരുന്നു. ആ ദിവസം അവർ യുദ്ധം ചെയ്യില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഓ അള്ളാഹ്, സൂര്യൻ അസ്തമിക്കുന്നതിന് നീ തടയുക. അത് ഒരു അത്ഭുതമായിരുന്നു. സൂര്യൻ മണിക്കൂറുകളോളം അസ്തമിച്ചില്ല. ഇത് കണ്ട ജെറീക്കോ സൈന്യം അമ്പരന്നു. ഇത്ര സമയം അവരുമായി യുദ്ധം ചെയ്ത ആളുകളെ ദൈവം സഹായിച്ചിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. പ്രവാചകനും സൈന്യവും ശക്തമായി പോരാടുകയും ഒടുവിൽ യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം ജെറീക്കോ നഗരത്തിന്റെ നിയന്ത്രണം പ്രവാചകൻ ഏറ്റെടുത്തു. അദ്ദേഹം നല്ലൊരു ദയാലുവായ വ്യക്തിയായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. യൂഷാ നബി അലൈഹിസ്സലാം വളരെ കാലം ഇസ്രായേൽ ജനതയെ നയിച്ചു. അദ്ദേഹം എല്ലാ ആളുകളോടും ദയാലുവും നീതിമാനുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും കൊണ്ട് ഇസ്രായേൽ ജനത കുറേ കാലം സന്തോഷത്തോടെ ജീവിച്ചു. അവർക്ക് ധാരാളം മഴ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ധാരാളം വിളകൾ നൽകി ആളുകളെ അള്ളാഹു അനുഗ്രഹിച്ചു. പെട്ടെന്നാണ് ആ പ്രദേശത്തേക്ക് ഒരു പകർച്ചവ്യാധി വ്യാപിച്ചത്. അസുഖം വന്ന ആളുകളെല്ലാം ഓരോന്നോരോന്നായി മരിച്ചു വീഴാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ, യുവാക്കൾ, വൃദ്ധന്മാർ എല്ലാവരും എല്ലായിടത്തും മരിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിൻ്റെ ദയക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ആളുകൾ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. രോഗം വന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടം ഉപേക്ഷിച്ചു പോയി. ആ നഗരം മുഴുവനും കാലിയായി. ജനങ്ങൾ അവരുടെ കുടുംബവും മറ്റു വസ്തുക്കളുമായി സ്വന്തം രക്ഷയോർത്ത് ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന് കോപം വന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഉപേക്ഷിച്ചായിരുന്നു അവർ പോയത്. ദിവസങ്ങളോളം സഞ്ചരിച്ച് അവർ ഒരു മലമുകളിലെത്തി. ഈ സ്ഥലമാണ് ദമർദാൻ എന്നറിയപ്പെട്ടത്. അപ്പോഴാണ് മരണദൂതന്മാർ അവരോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും മരിക്കും. അടുത്ത ദിവസം തന്നെ എല്ലാവരും ആ മലമുകളിൽ മരിച്ചു വീണു. ഇസ്രയേലരുടെ അസ്ഥികൂടങ്ങൾ നൂറ്റാണ്ടുകളോളം അവിടെ അവശേഷിച്ചു. പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആളുകൾ മരിച്ചു വീണ ആ സ്ഥലം പിന്നീട് ദമർദാൻ എന്ന് വിളിക്കപ്പെട്ടു. മരിച്ചവരുടെ അസ്ഥികൾ അവിടമൊക്കെ നിറഞ്ഞിരുന്നു. യൂഷാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളിൽ ഒരാളായിരുന്ന ഹിസ്കീൽ നബി അലൈഹിസ്സലാം ഏക സത്യദൈവത്തെക്കുറിച്ച് ആളുകളോട് പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ പോവാറുണ്ടായിരുന്നു. ഒരിക്കൽ ഹിസ്കീൽ നബി അലൈഹിസ്സലാം ദമർദനിലൂടെ നടന്നു പോകുമ്പോൾ
ധാരാളം അസ്ഥികൾ ചുറ്റും കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കുറെ സമയം അദ്ദേഹം അവിടെ നിന്നു. തനിക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന അസ്ഥികൾ കണ്ട് അദ്ദേഹം അമ്പരന്നു. ഇത്രയും അസ്ഥികൂടങ്ങൾ എങ്ങനെ ഈ മലമുകളിൽ ചിതറിക്കിടക്കും? അദ്ദേഹം കുറെ സമയം അതിനെക്കുറിച്ച് ആലോചിച്ചു. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കുറെ സമയം അദ്ദേഹം അവിടെ നിന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ഞാൻ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ ശബ്ദം പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അതെ, പ്രവാചകൻ മറുപടി പറഞ്ഞു. അള്ളാഹുവിന്റെ ശക്തിയിൽ അദ്ദേഹം ആശ്ചര്യപ്പെട്ടിരുന്നു. ആദ്യം ആ ശബ്ദം, അസ്ഥികളെ, അള്ളാഹു നിങ്ങളോട് ഒരുമിച്ച് ചേരാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ പ്രവാചകനോട് കൽപ്പിച്ചു. ആ ശബ്ദത്തിന്റെ ആജ്ഞയനുസരിച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചുറ്റിലുമുണ്ടായിരുന്ന അസ്ഥികൾ അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് അസ്ഥികൾ കൂടിച്ചേർന്ന് ഒരു അസ്ഥികൂടമായി മാറി. ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ അസ്ഥികൂടങ്ങളായി മാറി. പ്രവാചകന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ ശബ്ദം അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ കൽപ്പിച്ചു. അസ്ഥികളെ, ഇത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ മരിക്കുമ്പോഴുണ്ടായിരുന്ന മാംസവും വസ്ത്രവും ധരിക്കുക. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അസ്ഥികൂടങ്ങളിൽ മാംസവും രക്തവും ഉണ്ടാവുകയും വസ്ത്രങ്ങൾ കൊണ്ട് മറയ്ക്കുകയും ചെയ്തു. പിന്നീട് ആ ശബ്ദം പ്രവാചകനോട് വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എഴുന്നേറ്റ് നിൽക്കുക. എന്തൊരു അത്ഭുതം! പ്രവാചകൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഏതാനും നിമിഷം മുമ്പ് വരെ മരിച്ചു കിടന്നവർ തന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു. പ്രവാചകന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ദിവസം പ്രവാചകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി. ഒരാൾക്കും മരണത്തിൽ നിന്നോ അള്ളാഹുവിൽ നിന്നോ ഒളിച്ചോടാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് മരണം നിശ്ചയിച്ചാൽ തീർച്ചയായും അയാൾ എവിടെയാണെങ്കിലും